വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെക്കൻഡ് ടൈം ഇവാലുവേഷൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് 5 ചോദ്യപേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? റീഡിങ് കോംപ്രഹെൻഷൻ. അതായത് താഴെ എന്ത് തന്നിട്ടുണ്ട്? ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്. അതിനുള്ള ക്വസ്റ്റ്യനും താഴെ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റോറിയിൽ നിന്ന് ആൻസേഴ്സ് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ദ ഫണ്ണി ക്ലൗൺ. ക്ലൗൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, ഇങ്ങനെ കോമാളി അല്ലേ, നമ്മൾ സർക്കസിലൊക്കെ കാണുന്ന കോമാളി, അതാണ് ഉദ്ദേശിക്കുന്നത്. ബോബി വാസ് ക്ലൗൺ ഹു ലവ് ടു മേക്ക് പീപ്പിൾ ലാഫ്. ബോബി എന്ന് പറയുന്നത് ആരാണ്? ഒരു ക്ലൗൺ ആണ്. അവൻ എന്താണ്? ആൾക്കാരെ ചിരിപ്പിക്കുന്ന അല്ലേ, ഒരു ക്ലൗൺ ആണ്, ഒരു കോമാളിയാണ്, ജോക്കറാണ്. ഹി വോർ ബിഗ് ബ്ലൂ ഷൂസ്. അവൻ എന്താ ഇട്ടിരിക്കുന്ന? ഒരു ബിഗ് ബ്ലൂ ഷൂസ് ആണ് ഇട്ടിരിക്കുന്നത്. ഹി കളർഫുൾ വിഗ് ആൻഡ് ഹാഡ് എ റൗണ്ട് റെഡ് നോസ്. അവൻ അതുപോലെ എന്താ കളർഫുൾ വിഗ് വച്ചിട്ടുണ്ട്. അതുപോലെ മൂക്ക് എങ്ങനെയാണ്? റൗണ്ട് റെഡ് നോസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് മൂക്കിൽ എന്താണ്? ഒരു ചുമന്ന ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലെ റൗണ്ട് റെഡ് നോസ് ഒക്കെ ആയിട്ട് അല്ലേ. എവറി ഡേ ഹി വുഡ് ഗോ ടു ദ പാർക്ക് ടു പെർഫോം ട്രിക്സ്. അവൻ എല്ലാ ദിവസവും എന്ത് ചെയ്യും? പാർക്കിൽ പോയിട്ട് കുറേ ട്രിക്സ് ഒക്കെ കാണിക്കും. ഹി കുഡ് ജഗിൾ 3 balls, റൈഡ് എ ടൈനി ബൈക്ക് ആൻഡ് മേക്ക് എ ഫണ്ണി ഫേസ്. അവൻ എന്താ ഇങ്ങനെ ബോളും കൊണ്ട് ഇങ്ങനെ ജഗിൾ ചെയ്യുകയൊക്കെ ചെയ്യും. അതുപോലെ ടൈനി ബൈക്സ് ഒക്കെ ഓടിക്കും. പിന്നെ ഒരു ഫേസും കൊണ്ട് ഒരുപാട് ആക്ഷൻസ് ഒക്കെ കാണിക്കും, ഫണ്ണി ആയിട്ടുള്ളത്. ദ ചിൽഡ്രൻ ഇൻ ദ പാർക്ക് ഓൾവേസ് ഗിഗിൾ വെൻ ബോബി ഡിഡ് ഹീസ് സില്ലി ഡാൻസ്. അപ്പോൾ അവിടെ പാർക്കിൽ നിന്നുണ്ട് കുറേ കുട്ടികളും ഉണ്ട് അല്ലേ. അവരെ എപ്പോഴും അവരുടെ കൂടെ കൂൾ. വൺ ഡേ വൈൽ ബോബി വാസ് ജഗ്ലിംഗ് ദ ബോൾസ് ഹി സ്ലിപ്ഡ് ഓൺ എ ബനാന പീൽ. ഒരു ദിവസം ഇങ്ങനെ ബോൾസ് ജഗ്ൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? അവൻ ഒരു പഴത്തൊലിയിൽ തൊലിയിൽ ചവിട്ടിയിട്ട് സ്ലിപ്പായിട്ട് എന്ത് ചെയ്തു? നിലത്തേക്ക് വീണു. ഇൻസ്റ്റെഡ് ഓഫ് ബീങ് അപ്സെറ്റ്, പെട്ടെന്ന് എന്തായി? അപ്സെറ്റായി. ഹി ഗോട്ട് അപ്പ് ആൻഡ് ലാഫ്ഡ്. പക്ഷെ അവൻ എന്ത് ചെയ്തു? ചാടി എഴുന്നേറ്റിട്ട് അവൻ ചിരിക്കാൻ തുടങ്ങി. ദ കിഡ്സ് ചിയേർഡ് ആൻഡ് ബോബി കണ്ടിന്യൂഡ് ഹിസ് ട്രിക്ക് ടു മേക്ക് എവ്രി വൺ ലാഫ്. ബോബി എഴുന്നേറ്റ് ചിരിച്ചതോടുകൂടി കുട്ടികളും എന്തായി? ഹാപ്പിയായി അല്ലേ. അവരും എന്ത് ചെയ്തു? എഴുന്നേറ്റ് അവരും കൂടി അവൻ്റെ കൂടെ ചില്ല് ചെയ്തു. അതുമാത്രമല്ല അവരെല്ലാവരെയും ഹാപ്പി ആക്കുകയും ചെയ്തു അല്ലേ. ഇപ്പം നോക്കൂ, വാട്ട് ഡിഡ് ബോബി വിയർ ഓൺ ഹിസ് ഫീറ്റ്. എന്താണ് ബോബി അവൻ്റെ കാലിലിട്ടിരിക്കുന്നത്? ഗ്രീൻ ബൂട്ടാണോ, ബിഗ് റെഡ് ഷൂസ് ആണോ, യെല്ലോ സ്ലിപ്പേഴ്സ് ആണോ, ബിഗ് ബ്ലൂ ഷൂസ് ആണോ? നമ്മളിവിടെ പറഞ്ഞു എന്താണ്? ഹി വോർ ബിഗ് ബ്ലൂ ഷൂസ്. അപ്പോൾ ഏതാണ് ആൻസർ? ബിഗ് ബ്ലൂ ഷൂസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വേർ ഡിഡ് ബോബി പെർഫോം ഹിസ് ട്രിക്സ്. അവൻ എവിടെയാണ് അവൻ്റെ ട്രിക്സ് ചെയ്തത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? അറ്റ് ദ സൂ ആണോ, അറ്റ് ദ പാർക്ക്, അറ്റ് ദ സർക്കസ്, അറ്റ് സ്കൂൾ? എവിടെയാണ്? അവൻ സർക്കസിലാണോ ചെയ്തത്? അല്ല, അവൻ എവിടെയാണ് ചെയ്തത്? ഇവൻ എന്ത് ചെയ്യും? ഹി ഗോ ടു ദ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഏതാണ്? അറ്റ് ദ പാർക്ക്. ഇനി 3 ക്വസ്റ്റ്യൻ നോക്കൂ. ബോബി സ്ലിപ്പ്ഡ് ഓൺ. എന്തിലാണ് സ്ലിപ്പ് ചെയ്തത്? റോക്കിലാണോ, ബോളിലാണോ, അതോ എ ബനാന പീൽ, എ ടൈനി ബൈക്ക്? ഏതിലാണ്? ബനാന പീലി ചവിട്ടിയിട്ടാണ് അല്ലേ. ഏതിലാണ്? ബനാന പീൽ, എ ബനാന പീൽ. അവിടെ അത് എഴുതണം. സി ആണ് ആൻസർ. നോക്കൂ, 4th ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് ബോബി ഡു വെൻ ഹി ഫെൽ ഡൗൺ. അവൻ വീണപ്പോൾ അവൻ എന്താ ചെയ്തത്? അവനോടൊക്കെ ഒന്ന് വിഷമിച്ചിരിക്കുകയാണോ? ഹി ക്രൈഡ്. അവൻ കരഞ്ഞോ? ഹി ഗോട്ട് ആംഗ്രി. അവൻ ദേഷ്യപ്പെട്ടോ? ഹി ലാഫ്ഡ് ആൻഡ് ഗോട്ട് അപ്പ്. ഹി ഗോട്ട് അപ്സെറ്റ്. എന്താ സംഭവിച്ചത്? അവൻ എന്ത് ചെയ്തു? ഹി ലാഫ്ഡ് ആൻഡ് ഗോട്ട് അപ്പ്. അവൻ എന്താണ്? ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു അല്ലേ. 5th ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതാണ്? സി ആണ് ആൻസർ. ഹി ലാഫ്ഡ് ആൻഡ് ഗോട്ട് അപ്പ്. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡസ് ദ വേർഡ് ചിയേർഡ് മീൻ ഇൻ ദ സ്റ്റോറി. എന്താണ് ചിയേർഡ് എന്ന് വെച്ചാൽ ഈ സ്റ്റോറിയിൽ മീൻ ചെയ്യുന്നത്? എന്താണ്? ഷൗട്ടഡ് ഹാപ്പിലി, ആംഗ്രി, ക്രൈഡ്, ക്ലാപ്ഡ്. എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്? ഷൗട്ടഡ് ഹാപ്പിലി അല്ലേ. അതാണ് ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി 2 ചെയ്യാം. നോക്കൂ, ആക്ടിവിറ്റി 2ൽ എങ്ങനെയാണ്? ഒരു റൈഡിൽ എഴുതാനാണ് പറയുന്നത്. റീഡ് ദ ഗിവൻ റൈഡിൽ. ഐ മൂവ് ഓൺ ട്രാക്സ്, ഐ ഡോണ്ട് ഹാവ് ഫീറ്റ്, ഐ മേക്ക് ലൗഡ് സൗണ്ട്, ഐ ക്യാരി പീപ്പിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ്, ഹൂ ആം ഐ. ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ഐ മൂവ് ഓൺ ട്രാക്ക്. ഞാൻ എന്ത് ചെയ്യും? ഒരു ട്രാക്കിൽ കൂടെ മൂവ് ചെയ്യും. ഐ ഡോണ്ട് ഹാവ് ഫീറ്റ്. പക്ഷെ എനിക്ക് എന്തില്ല? ഫീറ്റ് ഇല്ല. ഐ മേക്ക് എ ലൗഡ് സൗണ്ട്. എനിക്ക് എന്താണ്? നല്ല സൗണ്ട് ഉണ്ടാക്കാൻ
കഴിയൂ അല്ലേ? ഐ ക്യാരി പീപ്പിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ്. എനിക്കൊരു ആൾക്കാർ എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഹൂ ആം ഐ, ഞാൻ ആരാണ്? ട്രെയിനാണ്. ഇതുപോലെ താഴെ കൊടുത്തിരിക്കുന്നതിനും നിങ്ങൾ ഇതുപോലെ എഴുതണം. എങ്ങനെയാണെന്നൊക്കെ ഇതിൽ ആര് നമുക്ക് തന്നിരിക്കുന്നതെന്ന് ആദ്യം നോക്കൂ. ആരാണ്? ആ മൂണിനെയാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്? ഐ ആം നോട്ട് ദ സൺ, ഞാൻ എന്തല്ല? സണ്ണല്ല. ഐ ഷൈൻ അറ്റ്, ഞാൻ എപ്പോഴാ തിളങ്ങുന്നേ? എപ്പോഴാ എനിക്ക് ഷൈൻ ചെയ്യുന്നത്? ഐ ഷൈൻ അറ്റ് എപ്പോഴാണ്? നൈറ്റ് അല്ലേ? ഐ ഷൈൻ അറ്റ് നൈറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഐ ഷൈൻ അറ്റ് നൈറ്റ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. പിന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? ഐ ചേഞ്ച് ഷേപ്പ്, എനിക്ക് എൻ്റെ ഷേപ്പ് മാറ്റാനായിട്ട് കഴിയും. ഐ ക്യാൻ ചേഞ്ച് മൈ ഷേപ്പ്. ഐ ക്യാൻ ചേഞ്ച് മൈ ഷേപ്പ് അല്ലേ? ഐ ക്യാൻ ചേഞ്ച് ഷേപ്പ്. ഐ ക്യാൻ ചേഞ്ച് ഷേപ്പ്. പിന്നെന്താണ്? വേറെ എന്താ നിങ്ങൾക്ക് എഴുതാൻ കഴിയുക? നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ എഴുതാം കേട്ടോ. പിന്നെ എന്താണ്? ഐ ഹോൾഡ് നോ എയർ, എനിക്ക് എന്ത് ഞാൻ എയർ ഉണ്ടോ? ഐ ഹോൾഡ് നോ എയർ. ഐ ഹോൾഡ് നോ എയർ. ഹൂ ആം ഐ, ആരാണ് ഞാൻ? ആരാണിത്? മൂൺ അല്ലേ? ഹൂ ആം ഐ? മൂൺ. ഐ ഹോൾഡ് നോ എയർ. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഐ ആം നോട്ട് ദ സൺ, ഐ ഷൈൻ അറ്റ് നൈറ്റ്. അല്ലെങ്കിൽ എന്താണ്? ഐ മേക്ക് ലൈറ്റ്, എനിക്ക് ഞാൻ ലൈറ്റ് ഉണ്ടാക്കൂല്ലേ? ഐ ക്യാൻ ചേഞ്ച് ഷേപ്പ്, എനിക്ക് ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ കഴിയും അല്ലേ? എപ്പോഴും റൗണ്ട് ഷേപ്പാണോ? അല്ല അല്ലേ? പിന്നെ ഐ ഹോൾഡ് നോ എയർ, ഞാൻ എന്ത് ചെയ്യുന്നില്ല? എയർ ഹോൾഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഐ ഹോൾഡ് നോ എയർ, നോ വാട്ടർ, നോ ലൈഫ്. ഹൂ ആം ഐ, ആരാണ് ഞാൻ? മൂണാണ്. ക്ലിയർ ആണോ? നോക്കൂ, മൂന്നാമത്തെ ആക്ടിവിറ്റി, ലെറ്റ്സ് എഡിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് പപ്പി. പപ്പിയെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ്. റീഡ് ആൻഡ് കറക്റ്റ് ദ എറേഴ്സ് ഇൻ ഇറ്റ്. ഇതിൽ വന്നിരിക്കുന്ന തെറ്റുകൾ നിങ്ങളോട് തിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. റാണി ആൻഡ് രോഹൻ, ഇവിടെ എന്താണ് തെറ്റ്? റോഹനിൽ എന്താണ് തെറ്റ്? റോഹന് ക്യാപിറ്റൽ ലെറ്റർ R എഴുതണം അല്ലേ? റോഹൻ, ROHAN, റോഹൻ. വി എ ഗുഡ് ഫ്രണ്ട്, ദേ വെയർ കം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കമ്മാണ് വന്നത്? ഇല്ല, കമ്മിങ്. ടെൻസ് ഫോം ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ കമ്മിങ് ഫ്രം ദ സ്കൂൾ. സഡൻലി ദേ സോ, ദായാണ് വന്നത്? അല്ല, അവിടെ എന്താ വന്നത്? എ. ഇവിടെ എന്താണ്? കമ്മിങ്. എ ക്യൂട്ട് പപ്പി. ദ ക്യൂട്ട് പപ്പി എന്നാണ് വന്നത് അല്ലെ? എ ക്യൂട്ട് പപ്പി, അവിടെ ആർട്ടിക്കിൾ ആണ് അല്ലേ? ദേ ട്രൈഡ് ബൈ എന്നാണ് കിടക്കുന്നത്. ബൈ ആണോ? അല്ല, അവിടെ എന്താ വന്നത്? ടു, പ്രപ്പോസിഷൻ ആണ്. ട്രൈഡ് ടു. ദേ ട്രൈഡ് ടു ടേക്ക് ദ പപ്പി ഹോം, ബട്ട് ദ പപ്പി എന്താണ്? ഫാസ്റ്റ് റാൻ അവേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് എഴുതേണ്ടത്. വേർഡ് ഓർഡർ തെറ്റാണ് അല്ലേ? റാൻ അവേ ഫാസ്റ്റ് എന്നാണ് വേണ്ടത്. റാൻ അവേ ഫാസ്റ്റ്. ഇവിടെ ഫാസ്റ്റ് ആദ്യമല്ല വേണ്ടത്, അവസാനമാണ് വേണ്ടത്. ഓക്കെ, ആക്ടിവിറ്റി 4 നോക്കൂ. ഹാവൻ യു റീഡ് ദ സ്റ്റോറി ദ ഹണി മാംഗോ ട്രീ? നിങ്ങൾ വായിച്ചിട്ടില്ലേ ദ ഹണി മാംഗോ ട്രീ സ്റ്റോറി? ഓക്കെ. റഷീദ് സോ ആൻ ഓൾഡ് മാൻ laying under a tree groaning in pain. Rashid wanted to help the old man. He went to the woman in the nearby house to get some water. റഷീദ് എന്ത് കാണാണ്? ഒരു ഓൾഡ് വുമൺ എന്താണ് പെയിനോടുകൂടി ട്രീയുടെ അടിയിലിരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ റഷീദ് എന്താണ് അവനോട് ഹെൽപ്പ് ചെയ്യാന്ന് പറയുകയാണ്. ഹി വെന്റ് ടു ദ വുമൺ ഇൻ ദ നിയർ ബൈ ഹൗസ്. എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഒരു വുമണിൻ്റെ അടുത്തേക്ക് പോയി ഹൗസ് ടു ഗെറ്റ് സം വാട്ടർ, കുറച്ച് വാട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ റഷീദും ആ വുമണും തമ്മിലുള്ള കോൺവെർസേഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. സിമ്പിൾ സെൻറ്റൻസിൽ നിങ്ങൾക്ക് എഴുതാം. നോക്കൂ, റഷീദ്, ഡിയർ ലേഡി കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? അപ്പോൾ റഷീദ് ചോദിക്കുകയാണ്, എന്താണ് ആ ലേഡിയോട് ചോദിക്കുകയാണ്, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ വുമൺ എന്ത് പറയും? നമുക്ക് എന്ത് പറയാം? യെസ് ഐ ക്യാൻ എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്? ഷുവർ അല്ലേ? കുഡ് യു എന്ന് പറയുമ്പോൾ ഷുവർ, എനിക്ക് എന്താണ് ഹെൽപ്പ് ചെയ്യാൻ കഴിയും അല്ലേ? ഷുവർ. പിന്നെ റഷീദ് എന്താ ചോദിക്കണ്ടാവുക? റഷീദ് ചോദിക്കണം എന്താണ് അവൻ്റെ ആവശ്യം എന്ന് ചോദിക്കുക. അപ്പോൾ റഷീദ് ചോദിക്കുക എന്താണ്? ഐ വാണ്ട് സം വാട്ടർ, എനിക്ക് എന്ത് വേണം? കുറച്ച് വെള്ളം വേണം. എന്താണ് റഷീദ് എന്താ പറയണ്ടേ? ഐ വാണ്ട് സം വാട്ടർ.
എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറയണം. അപ്പോൾ വുമൺ എന്തായിരിക്കും പറയണത്? ടു ഹും, ആർക്കാണ് എന്ന് ചോദിക്കുകയാണ് അല്ലേ? ടു ഹും, ആർക്കാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റഷീദ് എന്താ പറയണ്ടാവുക? ആർക്കാ വെള്ളം വേണ്ടതെന്ന് പറയണം. പറയണം എന്താണ്? there is an എന്താ അവിടെ ആരുണ്ട്? ഒരു ഓൾഡ് മാൻ ഉണ്ട്. there is an old man. അതാ, പിന്നെ നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് എഴുതാം. എന്താണ്? there is an old man laying under a tree growing in pain, അല്ലേ? അതെങ്ങനെ എഴുതാം? under there is an old man laying under എവിടെ? a tree. ബാക്കി സെൻറ്റൻസ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് എഴുതാം. groaning in pain, അത്ര എഴുതാം. വുമൺ, അപ്പോൾ വുമൺ എന്താ പറയണ? ഓക്കെ ഐ വിൽ, ഞാൻ എന്ത് ചെയ്യാം? വെള്ളം തരാം. ഓക്കെ ഐ വിൽ എന്താണ്? ടേക്ക് ഇറ്റ് ടു ദ ഓൾഡ് മാൻ, അതെന്ത് ചെയ്യണം? അയാൾക്ക് കൊടുക്കുക എന്ന് പറയും. ടേക്ക് ടു ദ ഓൾഡ് മാൻ, അല്ലേ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ലാംഗ്വേജിൽ കേൾക്കാം. അപ്പോൾ റഷീദ് എന്ത് പറയും? താങ്ക് യു പറഞ്ഞിട്ട് അവസാനം പോവുക, അല്ലേ? വേണമെങ്കിൽ അങ്ങനെ ഒരു സെൻറ്റൻസും കൂടെ നിങ്ങൾക്ക് എഴുതാം. താങ്ക് യു എന്ന് അയാളും പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ലാംഗ്വേജിൽ സിമ്പിൾ സെൻറ്റൻസുകളായിട്ട് എഴുതാം. ആക്ടിവിറ്റി 5, പ്ലക്കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലക്കാർഡ് നോക്ക്, എന്തിനെ കുറിച്ചാണ്? ഹിയർ സം പ്ലക്കാർഡ് അബൌട്ട് ഫോറസ്റ്റ് കൺസർവേഷൻ. ഫോറസ്റ്റ് കൺസർവേഷനെ കുറിച്ചുള്ള പ്ലക്കാർഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രിപ്പയർ 2 പ്ലക്കാർഡ്സ് അബൌട്ട് വാട്ടർ കൺസർവേഷൻ ടു ഡിസ്പ്ലേ ഇൻ യുവർ സ്കൂൾ കോമ്പൗണ്ട്. നിങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന വാട്ടർ ജലം സംരക്ഷിക്കുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യണം? ഒരു പ്ലക്കാർഡ് 2 ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ? ഫോറസ്റ്റ് കൺസർവേഷൻ നിങ്ങൾക്ക് എന്താണ്? ഡോണ്ട് കട്ട് ട്രീസ്, സേവ് ട്രീസ് എന്നൊക്കെ പറയണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ എഴുതാൻ പറ്റൂല്ലേ? 2 പ്ലക്കാർഡ് ഇങ്ങനെ എഴുതും. ഇത് വരയ്ക്കണം കേട്ടോ. വരച്ചിട്ട് എന്താണ്? സേവ് വാട്ടർ, അല്ലേ? സേവ് വാട്ടർ എന്ന് എഴുതാം, അല്ലേ? സേവ് വാട്ടർ, സേവ് ലൈഫ് എന്ന് കൊടുക്കാം, അല്ലേ? സേവ് വാട്ടർ, സേവ് ലൈഫ് എന്നെങ്കിൽ സേവ് വാട്ടർ എന്ന് മാത്രം എഴുതിയാലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെറുതായിട്ട് എഴുതാം. ഓക്കെ, പിന്നെ എന്താണ്? വാട്ടർ ഈസ് വണ്ടർഫുൾ, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്, അല്ലേ? അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എഴുതാം. ഒരു പ്ലക്കാർഡ് ഇങ്ങനെ ഉണ്ടാക്കാം. പിന്നെ എന്താണ്? വാട്ടർ ഈസ് വണ്ടർഫുൾ, അല്ലേ? വാട്ടർ ഈസ് വണ്ടർഫുൾ when you don't waste it. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് എഴുതാം, അല്ലേ? എന്താണ്? കൺസേർവ് ദ വാട്ടർ, അല്ലെങ്കിൽ എന്താണ്? ഡോണ്ട് വേസ്റ്റ് വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ 2 പ്ലക്കാർഡ്സ് ഉണ്ടാക്കാം. സേവ് വാട്ടർ, സേവ് ലൈഫ്, വാട്ടർ ഈസ് വണ്ടർഫുൾ വെൻ യു ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂസ് റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. യു ഹാവ് റീഡ് ദ സ്റ്റോറി ഓഫ് യങ് ഗേൾ ആര്യ. ഷി ബിക്കേം എ ഫൈറ്റർ പൈലറ്റ്. ദ പീപ്പിൾ ഓഫ് ഡാർബോർ വില്ലേജ് honored Arya for her great achievement. Prepare a news report on this event. അപ്പോൾ ആര്യനെ എന്താണ് മറ്റേ ആര്യയുടെ അച്ചീവ്മെൻറ്റിനെ ആദരിച്ചുകൊണ്ട് അവർ അവളുടെ വില്ലേജിൽ നടത്തിയ ഇതിനെക്കുറിച്ച് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്ത് വേണം? അതിൻ്റെ ഹെഡിങ് കൊടുക്കണം, അല്ലേ? എന്താണ്? ആര്യയ്ക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റിന് എന്താണ് ഹോണർ ചെയ്തുകൊണ്ട് അവളെ ആദരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഹെഡിങ് കൊടുക്കണം. പിന്നെ അവിടെ എന്തൊക്കെയാണ് നടന്നത്, എന്താണ് ആ പരിപാടി, എന്താണ് ആര്യനെ ഹോണർ ചെയ്തതാണ്, അല്ലേ? അപ്പോൾ ആദ്യം ഒരു ഹെഡിങ് കൊടുക്കണം. അപ്പോൾ എന്നാണ് നടത്തിയത്, എപ്പോഴാണ് നടത്തിയത്, എവിടെയാണ്, ഏത് സ്ഥലത്താണ് നടത്തിയത്, ചീഫ് ഗസ്റ്റസ് ആരായിരുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തണം. എന്താണ്? ഹോണറിങ് ആര്യനെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു. അപ്പോൾ അല്ലേ? അപ്പോൾ എന്തായിരുന്നു അവിടെ ചടങ്ങ്, അത് എന്നായിരുന്നു എന്ന് പറയണം. എന്നാണ്? 25/11/2024. അപ്പോൾ അതൊക്കെ എഴുതണം ഇതിനകത്ത്. പിന്നെ വെന്യൂ ഏത് സ്ഥലത്ത് വെച്ചായിരുന്നു? പഞ്ചായത്ത് ഓഡിറ്റോറിയം, എന്താണ്? ദർബോളി, അല്ലേ? അപ്പോൾ ഇവിടെ വെച്ചായിരുന്നു നടത്തിയത്. ആരായിരുന്നു ചീഫ് ഗസ്റ്റ്, ആരാണ് അവൾക്ക് പ്രൈസ് കൊടുത്തത്? ഡിസ്ട്രിക്ട് കളക്ടർ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതണം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് എന്താണ്? ഒരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഹിയർ ഈസ് എ ലെറ്റർ ഫ്രം ദ പ്രസിഡന്റ് ഓഫ് കെനിയ ടു റെബേക്ക അബൌട്ട് ഹിസ് വിസിറ്റ്
to her school, read the letter and prepare an announcement about the visit. അതായത് ഇതെന്താണ്, കെനിയയിലെ പ്രസിഡന്റ് ഓഫ് കെനിയ എന്ത് ചെയ്യുന്നു, ആർക്ക് അയക്കുന്നതാണ്, റെബേക്കയ്ക്ക് അയക്കുന്നതാണ്. എന്തിനെക്കുറിച്ച്, അബൌട്ട് ഹിസ് വിസിറ്റ് ടു ഹെർ സ്കൂൾ, എന്താണ് അവളുടെ സ്കൂളിലേക്ക് അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ അയക്കുകയാണ് അല്ലേ. എന്താണ്, ഡിയർ റെബേക്ക, ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് യു ഫോർ യു ഔട്ട്സ്റ്റാൻഡിങ് എഫേർട്സ് ഇൻ സേവിങ് നേച്ചർ. എന്താണ്, ആദ്യം തന്നെ അദ്ദേഹം അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ് അവളുടെ എഫേർട്ടിനെ കുറിച്ച്, സേവിങ് നേച്ചറിനെ സേവ് ചെയ്യാനെടുത്ത എഫേർട്ടിനെ കുറിച്ച് പറഞ്ഞ് കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. ഐ ആം വിസിറ്റിംഗ് യുവർ സ്കൂൾ ഓൺ January 26, 2025 ടു അപ്രിഷിയേറ്റ് യു ആൻഡ് യുവർ സ്കൂൾ. ഞാൻ എന്താണ് നിൻ്റെ സ്കൂൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് 26/2025 നിന്നെ സ്കൂളിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ റിഗാർഡ്സ് ദ പ്രസിഡന്റ് കെനിയ. ഇങ്ങനെ അദ്ദേഹം ഒരു ലെറ്റർ എഴുതിയേക്കാണ്. അപ്പം നിങ്ങൾ അദ്ദേഹം വരുന്നത്, സ്കൂളിൽ വരുന്നതിനെക്കുറിച്ച് എന്താണ് ഒരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പം നമ്മൾ അനൗൺസ്മെൻറ്റ് തയ്യാറാകുമ്പോൾ എന്ത് ചെയ്യണം, ഡിയർ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ അങ്ങനെയോ, അല്ലെങ്കിൽ എന്താണ് സ്കൂളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡിയർ സ്റ്റുഡൻസ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻസ് അല്ലെങ്കിൽ എന്താണ് ഡിയർ സ്റ്റുഡൻസ് എന്തെങ്കിലും പറഞ്ഞിട്ട് എഴുതാം. പിന്നെ എന്താ, നമ്മൾ തീം എഴുതണം. എന്താ തീം എഴുതാം, നമ്മളിവിടെ എന്താണ് ആവശ്യം, നമ്മുടെ പ്രസിഡന്റ് ഓഫ് കെനിയ എന്ത് ചെയ്യുന്നു, വിസിറ്റ് ചെയ്യുന്നു അല്ലേ സ്കൂൾ. അപ്പോൾ എന്താ നമ്മൾ പറയേണ്ടത്, അവർ എന്താണ് പ്രസിഡന്റ് ഓഫ് കെനിയ ടു വിസിറ്റ് ഇൻ അവർ സ്കൂൾ ഓൺ എന്നാണ് January 26, 2025. എന്തിനു വേണ്ടിയിട്ടാണ്, ടു അപ്രിഷിയേറ്റ് ആരെയാണ്, ടു അപ്രിഷിയേറ്റ് റെബേക്ക ഫോർ ഹെർ എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എഫേർട്സ് ഇൻ സേവിങ് നേച്ചർ. അപ്പോൾ അവളെ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ എന്താണ് എല്ലാവരും ഇപ്പം ഓൾ ആർ ഇൻവൈറ്റഡ് ഇൻ ദിസ് അല്ലെങ്കിൽ ഓൾ ആർ വെൽക്കം എന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം എന്നും പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെൻറ്റ് എഴുതണം. ഓക്കെ അല്ലേ മക്കളെ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ആൻസർക്ക് മക്കൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ യു അഗെയിൻ. താങ്ക് യു.